നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. എത്ര പണമിറക്കിയിട്ടും ഏട്ടൻ്റെ പടങ്ങളെ രക്ഷപ്പെടുത്തുവാൻ പറ്റിയില്ലല്ലോ എന്ന് ഭാഗ്യലക്ഷ്മി. ദിലീപിൻ്റെ PR വർക്കും ഫാൻസും ഉണ്ടായിട്ടും ദിലീപിൻ്റെ സിനിമകളെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ലല്ലോ എന്ന വിമർശന ചോദ്യവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഒരു നടിയായതുകൊണ്ടല്ല, അവളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതെന്നും അവളുടെ പോരാട്ടം ഒരു കരുത്താണെന്നും ഭാഗ്യലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. അതിജീവിതയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഇട്ടിട്ട് ആ സിനിമ കാണുവാൻ ആരൊക്കെ പോകും എന്നൊരു പോസ്റ്റ് കണ്ടു. അതിൽ കൂടി റീച്ച് ഉണ്ടാക്കുവാൻ ഉള്ളൊരു ശ്രമമാണിത്. ഇങ്ങനെയും ചില ആളുകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അവളോടൊപ്പം നിൽക്കുന്നവർ അവളൊരു നടിയായതുകൊണ്ടല്ല ഒപ്പം നിൽക്കുന്നത്, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അവൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും എവിടെയും സംഭവിക്കാതിരിക്കാനാണ്. ഈ 8 വർഷത്തിൽ അവളുടെ ചില സിനിമകളും ഇറങ്ങിയിരുന്നു. യാതൊരു PR വർക്കും ഇല്ലാതെ, ഫാൻസിൻ്റെ ആദരവില്ലാതെയാണ് സിനിമകൾ ഇറങ്ങിയത്. അവർ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും എത്ര പണം ഇറക്കിയിട്ടും ഏട്ടൻ്റെ പടങ്ങളെ രക്ഷപ്പെടുത്തുവാൻ പറ്റിയില്ലല്ലോ. എടോ, അവൾക്ക് PR ഇല്ല, ഫാൻസ് ഇല്ല, കാരണം അവൾ ഒരു സാധാരണ പെൺകുട്ടിയാണ്. എങ്കിലും അവൾ പോരാടും. അവൾ പോരാടുന്നത് നിങ്ങളുടെ കൂടി പെങ്ങൾക്ക് വേണ്ടിയാണ്. അവളുടെ പോരാട്ടം ഒരു കരുത്താണ്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, പെൺമക്കളുടെ അച്ഛന്മാർക്ക്, സഹോദരന്മാർക്ക് അത് ആദ്യം മനസ്സിലാക്കുക. എന്നും അവളോടൊപ്പം. ഇനി ഇതിന് താഴെ വന്ന് തെറി വിളിക്കുന്നവരോട്, എന്നും നിങ്ങളുടെ അമ്മയും പെങ്ങളും എല്ലാം അവളോടൊപ്പം തന്നെയാണ്. അവളോടൊപ്പം നിൽക്കുന്നവരെയും തെറി വിളിക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ ഒരു കൊട്ടേഷൻ മനുഷ്യനുണ്ട്. പൾസർ സുനിയും കൂട്ടാളികളും ഉണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക. ചില വീഡിയോസ്, കമൻറ്റ് ഒക്കെ കണ്ടിട്ട് ചേച്ചി ഇതിനൊരു മറുപടി കൊടുക്കുക എന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. വീഡിയോയിൽ കൂടിയും കമൻറ്റുകളിൽ കൂടിയും തെറി വിളിച്ചാലും അതിനൊന്നും ഞങ്ങൾ ആരും മറുപടി പറയാറില്ല. അത് നിങ്ങൾ അർഹിക്കുന്നുമില്ല. ഞങ്ങൾ പോരാടുന്നത് നീതിക്ക് വേണ്ടിയാണ്, അല്ലാതെ കൊട്ടേഷൻ കൊടുക്കുവാൻ വേണ്ടിയല്ല. എൻ്റെ മറുപടിയിൽ കൂടി അങ്ങനെ വൈറലാവേണ്ട ഏട്ടൻ്റെ അനിയന്മാർ. ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.